ഹായ് ഓൾ 2025 നമ്മുടെ ജെയ്മെയിൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് ഫസ്റ്റ് സെഷൻ്റെ. അതിൽ ഏറ്റവും മിടുക്കനായി മുന്നിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്കൊപ്പമാണ് നമ്മളുള്ളത്. റെഹാൻ സലീം. തൻ്റെ ഉറച്ച ദീർഘവീക്ഷണം തന്നെയാണ് ഈ വലിയ വിജയത്തിലേക്ക് റെഹാനെ എത്തിച്ചത്. തീർച്ചയായിട്ടും റെഹാൻ, എല്ലാവിധ ആശംസകളും ആദ്യം നേരുന്നു. കാരണം വലിയൊരു വിജയമാണ്, വലിയൊരു സ്കോറാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു സ്കോർ കരസ്ഥമാക്കിയ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥിയാണ്, കേരളത്തിലെ ടോപ്പർമാരിൽ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയായിരുന്നു ആ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോഴുള്ള സന്തോഷം? പേരൻസ് ഒക്കെ എന്ത് പറഞ്ഞു? എൻറ്റയർ ഫാമിലി എന്ത് പറഞ്ഞു? ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടാനായി. മാർക്ക് അറിഞ്ഞപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ഫാമിലി മുഴുവൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. യെസ്. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് റെഹാനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ആദ്യം നമുക്ക് റെഹാൻ്റെ നാടും വീടും വീട്ടിലാരൊക്കെയുണ്ട് ആ ഒരു പശ്ചാത്തലമൊക്കെ നമുക്ക് പറയാം. എൻ്റെ വീട് കോഴിക്കോടാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഡോക്ടർമാരാണ്. എൻ്റെ അച്ഛൻ CM ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യനാണ്. എൻ്റെ ഉമ്മ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിലെ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ അഡീഷണൽ പ്രൊഫസറാണ്. എൻ്റെ 2 ചേച്ചിമാരുണ്ട്. അവർ 2 പേരും ഡോക്ടറാവാൻ പഠിക്കുകയാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു വീട്ടിൽ 4 ഡോക്ടേഴ്സ് ഉണ്ട് അല്ലേ? 4 ഡോക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഞാനായിട്ടൊരു ഡോക്ടർ ആവണ്ട, അവിടെ ഒരു എഞ്ചിനീയർ ആണ് ആവശ്യം എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നാണോ ഈ ഒരു എഞ്ചിനീയറിംഗ് എന്നൊരു സ്ട്രീമിലേക്ക് എങ്ങനെയാണ് വന്നത്? അതെ. ബാക്കി എനിക്ക് മാത്സിനോട് പണ്ടേ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിമാരൊക്കെ പറഞ്ഞു മെഡിസിനിലേക്ക് പോകണ്ട, എനിക്ക് നല്ലൊരു ഭാവി എഞ്ചിനീയറിംഗിലായിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ എഞ്ചിനീയറിംഗിലേക്ക് നയിച്ചത്. ഓക്കെ. അപ്പോൾ ചേച്ചിമാർ ഡോക്ടേഴ്സാണ്. ചേച്ചിമാർ ബ്രില്യൻറ്റിലൊക്കെ ആയിരുന്നോ? അതെ. രണ്ടാമത്തെ ചേച്ചി പഠിച്ചത് ബ്രില്യൻറ്റിൽ ഇതേ സ്കൂളിൽ തന്നെയാണ്, KE സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ വീട്ടിൽ നേരത്തെ തന്നെ ഇതുപോലെ 2 വർഷ പ്രിപ്പറേഷൻസിൻ്റെ അടിസ്ഥാനം, അതായത് പ്ലസ് വൺ പ്ലസ് ടുവിനൊപ്പമുള്ള എൻട്രൻസ് പരിശീലനത്തിലൂടെ വിജയത്തിലെത്തിയ ആളുകളുണ്ട് അല്ലേ? അതായിരുന്നു ഒരു മോട്ടീവ്. യെസ്. ആൻഡ് ഫൈനലി ബ്രില്യനിലേക്ക് എത്തി. ഈ പ്ലസ് വൺ പ്ലസ് ടുവിനൊപ്പം പഠിച്ചു, നല്ലൊരു സ്കോർ കരസ്ഥമാക്കി ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണ്. തീർച്ചയായിട്ടും സബ്ജക്റ്റിനെയും ഈ ഒരു ജെയ്മെയിൻസിനെയും അല്ലെങ്കിൽ ലക്ഷ്യത്തിനെയും ഒക്കെ അത്രമാത്രം ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ വിജയത്തിലേക്ക് എത്താൻ റെഹാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ആ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജെയ്മെയിൻസിനെ പഠിച്ചത്? അതുപോലെ സബ്ജക്റ്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് പഠിച്ചത്. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണ്? മാത്സ് ആണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ. പിന്നെ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ഇഷ്ടമാണ്. എല്ലാം ഒരു എഫേർട്ടായി കാണാതെ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിനോടൊരു മടുപ്പ് തോന്നില്ല. അപ്പം അനായാസമായി ജയിക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമയമൊക്കെ? എങ്ങനെയായിരുന്നു മോന് നല്ലൊരു സെൽഫ് ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ കുറേ നേരം ഒരുമിച്ച് പഠിക്കാതിരിക്കാൻ നോക്കി. ഒരു 3 മണിക്കൂറൊക്കെ പഠിക്കുകയാണെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റ് ബ്രേക്കോ 2 മണിക്കൂറൊക്കെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകും. ഒരു ഗ്യാപ്പാണ്. ഓക്കെ. ബാക്കിയുള്ള സമയങ്ങളിൽ നല്ലോണം പഠിക്കുകയും നമ്മളെ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്ന സമയമാണ്. ഏറ്റവും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അവൻ്റെ? ഫുട്ബോൾ കളിക്കാൻ പോകും. വേറെ പലതായിട്ടൊന്നുമില്ല. ഫുട്ബോളാണ് ഏറ്റവും വലിയ ക്രേസ് അല്ലെ? ഒരു പഠിക്കുന്ന സമയത്തും ഒന്ന് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ചില കുട്ടികളൊക്കെ കുറച്ചു നേരം ഉറങ്ങുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്ന് റയാൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഫുട്ബോൾ കളിക്കാൻ പറ്റുമെങ്കിൽ അതായിരുന്നു കുറച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഉറങ്ങേണ്ട സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങി, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടത് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിച്ചു അല്ലെ? അങ്ങനെയൊക്കെ തന്നെയാണ്, വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഈ എക്സാമിനെ ഫേസ് ചെയ്യുന്നത്. നമുക്കറിയാം, വളരെ കോമ്പറ്റീഷൻ ഉള്ളൊരു എക്സാമാണ്, ഒരുപാട് വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാമാണ്. ഇനി ഒരു ജെയ്മെയിൻ സെഷൻ 2 കൂടെ ഉണ്ട് വിദ്യാർത്ഥികളുടെ മുന്നിൽ. അപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരുപക്ഷെ റെഹാൻ്റെ ആ ഒരു പഠന രീതി കാര്യങ്ങളും കൂടെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരിനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞ് റെഹാൻ്റെ ഒരു ഒപ്പീനിയൻ ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് റെഹാൻ എന്താ പറയാനുണ്ടാവുക? ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ജെയ്മെയിൻ്റെ 2024 പേപ്പറുകളും 2023 പേപ്പറുകളൊക്കെ ചെയ്തു. അത് ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റും ചെയ്യാൻ ശ്രദ്ധിച്ചു. പിന്നെ അതിനു പുറമെ ഈ ബ്രില്യൻറ്റിൻ്റെ തന്നെ ടെസ്റ്റ് സീരീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ആപ്പിൽ കിട്ടുന്നതാണ്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നല്ലൊരു സ്കോറാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ ഒരു സ്കോറൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നത് എങ്ങനെയാണ്? എക്സ്പെക്ട് ചെയ്തായിരുന്നു. കുറച്ചും കൂടെ കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കുറച്ചൊക്കെ തെറ്റിപ്പോയതുകൊണ്ട് കുറച്ച് കുറഞ്ഞു. കുഴപ്പമില്ല. അഡ്വാൻസ്ഡിനും അടുത്ത സെഷൻ ജെയ്മെയിനും നല്ലോണം
കഷ്ടപ്പെടും. യെസ്, അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടില്ലേ, അതായത് ജി അഡ്വാൻസ്ഡിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ലൊരു മാർക്ക് മേടിക്കാൻ സാധിക്കും വിധം എൻ്റെ പ്രിപ്പറേഷൻസ് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകും എന്നാണ് ഞാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാതിരിക്കുന്നത്, ബ്രില്യൻറ്റിനെ എങ്ങനെയാണ് മോൻ നോക്കിക്കാണുന്നത് അറ്റ് ദ പോയിന്റ് ഓഫ് വ്യൂ? മോൻ നല്ലൊരു സ്റ്റുഡൻ്റാണ്, നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. +1 +2 ബ്രില്യൻറ്റിലേക്ക് എത്തുന്നത്. ഇതുവരെ പഠിച്ചിരുന്ന ഒരു രീതിയുണ്ട്, എൻട്രൻസിലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ നമ്മൾ അതിനുവേണ്ടി പഠനത്തെ ക്രമീകരിച്ച രീതിയുണ്ട്. അതിൽ ബ്രില്യൻറ്റ് എന്ന് പറയുന്ന സ്റ്റഡി സെൻറ്റർ വഹിക്കുന്ന ഒരു പങ്കുണ്ട്. അതിനെക്കുറിച്ച് മോൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയതിൽ എന്തായാലും ഒരു മേജർ പങ്കും വഹിക്കുന്നത് ബ്രില്യൻറ്റ് കാരണം മാത്രം. ഞാനിവിടെ വന്നതിന് ശേഷമാണ് എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ശൈലിയിലേക്ക് മാറിയത്. ഇതിൻ്റെ മുന്നേ സാധാ സ്കൂളിൽ പഠിക്കുന്നത് പോലെ തന്നെ ബാക്കി സമയമൊക്കെ ഉഴപ്പി നടക്കുകയായിരുന്നു. പക്ഷേ ബ്രില്യൻറ്റിൽ വന്നതോടെ എൻട്രൻസ് കോച്ചിങ്ങിനായി കൂടുതൽ കഷ്ടപ്പെടുകയും അതിനനുസരിച്ചൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് ബ്രില്യൻറ്റിയൻസ് ഉണ്ട് ഫാമിലിയിൽ തന്നെ അല്ലേ, അതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നല്ലോ ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫാമിലിയിൽ വേറെ ആരെങ്കിലും മീൻസ് എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സൊക്കെയാണ് എല്ലാവരും ഫാമിലിയിൽ, എങ്ങനെയാണ് ഫാമിലി ആംബിയൻസിൽ വേറെ ആരെങ്കിലും ഉണ്ടോ മോൻ ഇൻഫ്ലുവൻസ് ചെയ്ത്? എൻ്റെ കൂടെ എൻ്റെ 2 കസിന്മാരുണ്ട്. അവർ ഇവിടെ തന്നെയാണ് പഠിച്ചത്, ഈ സ്കൂളിൽ തന്നെ പഠിച്ച് IIT-യിലും ജിപ്മറിലും ഒക്കെ പോയവരുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചേച്ചിയും. അപ്പം ഓവറോൾ എൻ്റെ ഫാമിലിയിലെ കുറേ പേര് ഇവിടെ പഠിച്ചു പോയതാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരണം എന്നുള്ളത് പണ്ടേ എടുത്ത തീരുമാനമായിരുന്നു. യെസ്, അപ്പോൾ അവരുടെ ഒരു സക്സസ് അത് മോനൊരു മോട്ടീവായിരുന്നു. അത് തീർച്ചയായിട്ടും പേരൻസും ഫാമിലിയിലെ കുറേ ആളുകൾ ഒന്നടങ്കം വിശ്വസിച്ചു ലൈക്ക് ബ്രില്യൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു വിജയം ഉണ്ടെന്നുള്ളത് ഓൾറെഡി അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. യെസ്, ഫൈനലി മോനും അതേപോലെ തന്നെ അവരുടെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല, ആഗ്രഹിച്ചതുപോലെ തന്നെ വലിയൊരു വിജയമായിട്ട് മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ജി അഡ്വാൻസ്ഡിനും വലിയ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കട്ടെ. ഇപ്പോൾ പേരൻസും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് ആശംസകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ആത്മവിശ്വാസത്തോട് കിട്ടി, അതൊക്കെ ജി അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള പ്രചോദനമാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.